വിജയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 3 കാര്യങ്ങൾ ആദ്യമേ സൂചിപ്പിക്കണം. ഒന്നാമത്, വിജയം എന്നത് കുട്ടിയുടേത് മാത്രമാണ്. അതിൽ അക്കാഡമികളുടെ റോൾ ഒരു എക്കോസിസ്റ്റം സപ്പോർട്ടിൻ്റേതാണ്. ഓരോ ടോപ്പേഴ്സിൻ്റെയും വിജയത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, അവരുടെ യാത്രയിൽ കൂടെ നിൽക്കുക, ചിയർ ചെയ്യുക എന്നുള്ളതാണ് അക്കാഡമികൾ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഓരോ വിജയത്തിൻ്റെയും മറുവശത്ത് പരാജയപ്പെട്ടു പോയിട്ടുള്ള എന്നാൽ ഒരുപോലെ അർഹതയുള്ള ഒത്തിരി കുട്ടികളെയും ഞങ്ങൾ കാണാറുണ്ട്. അതിനാൽ ഓരോ വിജയത്തിൻ്റെ ഇടയിലും ഇത്തവണ നേടാത്ത കുട്ടികൾക്ക് പ്രോത്സാഹനവും പിന്തുണയുമായി ഞങ്ങളൊപ്പം ഉണ്ടാവും. വിജയമല്ല, ശരിക്കും കുട്ടികളുടെ ഫൈറ്റിംഗ് സ്പിരിറ്റിനെയാണ് നമ്മൾ ആഘോഷിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, കേരളത്തിലെ വലിയ വിജയങ്ങൾക്ക് തിരുവനന്തപുരത്തെ വളർന്നു വരുന്ന സിവിൽ സർവീസ് കോച്ചിങ് കൾച്ചറിന് ചെറുതല്ലാത്ത പങ്കുണ്ട്. കഴിഞ്ഞ 3 കൊല്ലങ്ങളായി എല്ലാ കൊല്ലവും 50ഓളം മലയാളികൾ സിവിൽ സർവീസിലേക്ക് എത്തുന്നു. മാത്രവുമല്ല, ക്വാളിറ്റേറ്റീവായ പ്രോഗ്രാമിലൂടെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള കുട്ടികളും തിരുവനന്തപുരത്തെ അക്കാഡമികളിലേക്ക് എത്തുന്നുണ്ട്. എന്നാൽ റിസൾട്ട് വരുമ്പോൾ എല്ലാവർക്കും ആശയക്കുഴപ്പമാണ്. ഒരു ടോപ്പർ പല അക്കാഡമികളിൽ പഠിച്ചതായി കാണുന്നു, പല കോഴ്സുകൾ അവർ അറ്റൻഡ് ചെയ്യുന്നു. ഈ UPSC ആസ്പിറൻസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ തന്നെ UPSC ടോപ്പേഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടികൾ ഭയങ്കര റാഷണലായിരിക്കും. അവർക്ക് എവിടെയാണ് ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് പിക്ക് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് പല ടോപ്പേഴ്സും പല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പല പ്രോഗ്രാമും ആക്സസ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇത് പലപ്പോഴും കാണുന്ന ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ്. ചില ആളുകൾ ഒരു സ്ഥലത്ത് 1 ഇയർ ക്ലാസ് റൂം പ്രോഗ്രാം ചെയ്യും. അതിനുശേഷം അതേ ആളുകൾ തന്നെ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രിലിംസ് പ്രോഗ്രാമിനും മെയിൻസ് പ്രോഗ്രാമും എല്ലാം അറ്റൻഡ് ചെയ്ത് നമ്മൾ കാണാറുണ്ട്. അവസാനം റിസൾട്ട് വരുന്ന സമയത്ത് എന്താണ് ഉണ്ടായിരിക്കുക? ഈ പ്രിലിംസ് പ്രോഗ്രാമും മെയിൻസ് പ്രോഗ്രാമും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ക്രെഡിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു 1 ഇയർ ക്ലാസ് റൂം പ്രോഗ്രാം കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഒരു 1 ഇയർ കോഴ്സ് എടുത്തൊരു കുട്ടിക്ക് അവിടെയുള്ള പ്രിലിംസ് പ്രോഗ്രാമും മെയിൻസ് പ്രോഗ്രാമും ഒഴിവാക്കി എന്തുകൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയി ജോയിൻ ചെയ്യണം? അതിനുള്ള വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പോകുന്ന മറ്റൊരിടത്തുള്ള പ്രോഗ്രാം എക്സിസ്റ്റിംഗ് ആയ പ്രോഗ്രാമിനെക്കാട്ടിലും വളരെ ബെറ്റർ ആയതുകൊണ്ടാണ് കുട്ടികൾ ജോയിൻ ചെയ്യുന്നത്. കാരണം അതുകൊണ്ടാണ് അവർ അഡീഷണൽ എമൗണ്ട് പേ ചെയ്തുകൊണ്ട് ആ അഡീഷണൽ ഫൈനാൻഷ്യൽ ബേർഡൻ എടുത്തു വെച്ചുകൊണ്ട് അവർ ആ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നത്. സോ ഇത്തരത്തിൽ പല കാര്യങ്ങൾ ഈ ഒരു പെർഫെക്റ്റ് റിസൾട്ട് ഒരു റിസൾട്ടിൻ്റെ സക്സസ് റേറ്റിനെ ബാധിക്കുന്നതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സക്സസ് എത്രത്തോളാണെന്നുള്ളത് മെഷർ ചെയ്യാന്നുള്ളത്. സക്സസിനെ ഡിഫൈൻ ചെയ്യാൻ പലർക്കും പല മെക്കാനിസംസ് ആണുള്ളത്. ചില ആൾക്കാർ ടോട്ടൽ നമ്പർ ഓഫ് റിസൾട്ട്സ്, മൊത്തം എത്ര റിസൾട്ട് ഉണ്ടെന്ന് പറയും. പക്ഷേ ലീഡ് IAS സക്സസിനെ ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസ് റേറ്റ് ആണ്. ഇവിടെ 10-11 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവർക്കെല്ലാമായിട്ട് 8000 മുതൽ 10,000 വരെയുള്ള കുട്ടികൾ അവിടെ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അതേസമയം 5 വർഷം മാത്രമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും ഇവിടെ ഉണ്ട്. അവരിലെ മൊത്തം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 1000-1500 സ്റ്റുഡൻസ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കാം. ഇപ്പോഴും റിസൾട്ട് 2020 മുന്നേ ഉള്ള ബാച്ചുകളിൽ നിന്ന് വരെ ഇപ്പോഴും റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ റിസൾട്ട് കമ്പയർ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ നമുക്ക് അതിലൊരു ബെറ്റർ മെക്കാനിസം ഇത്തരത്തിൽ ആലോചിച്ച് നമുക്ക് കുറച്ചും കൂടി ഒരു നല്ലൊരു ഐഡിയ കിട്ടാവുന്നതാണ്. അതായത് ഇപ്പോൾ 2 വർഷമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ റിസൾട്ട്സിനെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കമ്പയർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ആദ്യത്തെ 2 വർഷത്തിൽ അവരെത്രയാണോ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നത് അതുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. ഇപ്പോൾ 5 വർഷമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കമ്പയർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ആദ്യത്തെ 5 വർഷത്തിലുള്ള റിസൾട്ട്സ് എന്തായിരുന്നു? അത്തരത്തിലുള്ള കമ്പാരിസൺ അല്ലേ കുറച്ചും കൂടി സെൻസിബിളും ജെനുവിനും ആയിരിക്കും. ശരത്ത് പറഞ്ഞതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഓരോ അക്കാഡമികളുടെയും ക്ലാസ് റൂം പ്രോഗ്രാമുകൾ മാത്രമാണ് റിസൾട്ടിലേക്ക് നയിക്കുന്നതെന്ന തെറ്റിദ്ധാരണയാണത്. കൂടുതൽ മെച്ചപ്പെട്ട ട്രെയിനിങ് തേടി, എക്സാം എക്സ്പെർട്ടൈസ് തേടി മറ്റ് അക്കാഡമികളിലെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് അവർ ചേക്കേറാം. ഒരു ഉദാഹരണം പറയാം. 2022 ഒരു അക്കാഡമിയുടെ 5 PCM റിസൾട്ടുകളിൽ 3 പേരും അതേ വർഷം ലീഡ് IASലെ ആൻസർ റൈറ്റിംഗ് ട്രെയിനിങ് ആയ മെയിൻ സ്കില്ലർ എഴുതിയവരായിരുന്നു. 2024 മറ്റൊരു അക്കാഡമിയുടെ 12 PCM റിസൾട്ടിൽ 6 കുട്ടികളും മെയിൻ സ്കില്ലർ അറ്റൻഡ് ചെയ്ത കുട്ടികളായിരുന്നു. കഴിഞ്ഞ കൊല്ലം മെയിൻ സ്കില്ലറിലെ 100 പേരടങ്ങുന്ന ബാച്ചിൽ നിന്ന് തന്നെ 25ലേറെ കുട്ടികൾക്ക് ജനറൽ സ്റ്റഡീസിന് 400ലേറെ മാർക്ക് കരസ്ഥമാക്കിയിട്ടുണ്ടായിരുന്നു. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട റിസൾട്ടുകളായിരുന്നു ഇതെല്ലാം. റിസൾട്ട് വരുമ്പോൾ ഏതൊരാൾക്കുമുള്ള ആശയക്കുഴപ്പങ്ങളാണ് ഈ വീഡിയോയിൽ പരിഹരിക്കാൻ ശ്രമിച്ചത്. കാരണം പൂർണ്ണമായ ധാരണയോടുകൂടിയും അറിവോടുകൂടിയുമാവണം കോച്ചിങ്ങിന് അക്കാഡമികൾ തിരഞ്ഞെടുക്കാൻ. ഈ വിജയം കുട്ടികളുടേത് മാത്രമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും അടുത്ത തവണത്തേക്ക് ഒരു വട്ടം കൂടെ പരിശ്രമിക്കാൻ തയ്യാറെടുക്കുന്നവരുടെ ഒപ്പം ലീഡ് IAS ഉണ്ടാകുമെന്ന് ഉറപ്പ് തന്നുകൊണ്ടും നിർത്തുന്നു. Lead IAS, #1 IAS Academy in Kerala.